ഹലോ, ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കേശവിയുടെ ചിട്ടിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറഞ്ഞു തരികയാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു KSF ചിട്ടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഡോക്യുമെൻറ്റ് കൊടുക്കണമെന്ന് നിങ്ങളെല്ലാവരും പറയണുണ്ട്. എന്തെങ്കിലും കൊടുത്താലേ കിട്ടുള്ളൂ എന്ന്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, നമ്മളിപ്പോൾ ബാങ്കിൽ ലോണ് വെച്ച് നമ്മൾ ക്യാഷ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യമല്ലേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ 5 ലക്ഷമോ 3 ലക്ഷമോ 2 ലക്ഷമോ ആയിക്കോട്ടെ. പക്ഷേ അതിന് ഇൻട്രസ്റ്റ് വേറെ നമ്മൾ എത്ര ശതമാനം നമ്മൾ അടയ്ക്കണം, 11, 12, 13, 14 വരെ ഉണ്ട്. പക്ഷേ KSFയിൽ നമ്മളൊരു ചിട്ടി വിളിച്ചിട്ട് നമ്മൾ ഡോക്യുമെൻ്റ് വയ്ക്കുകയാണെന്നിരിക്കട്ടെ. പക്ഷേ ആ ഡോക്യുമെൻ്റ് വെക്കണതിനോ പിന്നെ ഗോൾഡ് വെക്കണതിനോ നമ്മൾ സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കണോ. ഗോൾഡാണ് വെക്കണമെങ്കിൽ നമ്മൾ 1 രൂപ പോലും അതിന് പലിശ കൊടുക്കണില്ല. പിന്നെ 30 മാസം 40 മാസമാണ് ചിട്ടിയെങ്കിൽ ഇപ്പോൾ 3 വർഷം ഇല്ല, ഇപ്പോൾ 3 വർഷം 4 മാസമാണ് 40 മാസമുള്ള ചിട്ടികളിൽ. അതിൽ നമ്മളിപ്പോൾ ഏത് ചിട്ടി ചേരുകയാണെങ്കിലും നമ്മളിപ്പോൾ ഒരു ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അത് എടുക്കണമെങ്കിൽ അത് മാത്രമല്ല നമുക്ക് കിട്ടുന്നത്. പിന്നെ തുടർന്ന് നമ്മൾ ഏതെങ്കിലും ചിട്ടികളാണ് നമ്മൾ ചേരുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂഷൻ കണക്കാക്കിയിട്ട് പിന്നെ തുടർന്ന് നമ്മൾ ചേരുന്ന ഏത് ചിട്ടി ആയിക്കോട്ടെ, ഇപ്പോൾ 20 ലക്ഷമാണ് വാല്യൂഷൻ അല്ലെങ്കിൽ 15 ലക്ഷമാണോ പറഞ്ഞാൽ അതുവരെയുള്ള ചിട്ടികൾ വിളിക്കണതിന് ഒരു അഫിഡവിറ്റ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബാങ്കിൽ ഡോക്യുമെൻ്റ് വെക്കണതിനേക്കാളും എത്രയോ എളുപ്പമാണ് നമുക്ക് KSFയിൽ ഡോക്യുമെൻ്റ് വയ്ക്കുന്നത്. ഇപ്പോൾ ബാങ്കിൽ വെക്കുകയാണെങ്കിൽ എല്ലാ പേപ്പേഴ്സും നമ്മൾ ശരിയാക്കണമല്ലോ, അതുപോലെ തന്നെയാണ്. പിന്നെ ബാങ്കിലാണെങ്കിൽ ഒരുക്കി വെച്ചിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റും കാര്യം അടച്ചിട്ട് തന്നെ ലൈഫ് മൊത്തം നമ്മളുടെ പോകും, നമുക്ക് ഒരു നിവൃത്തിയില്ലാതാവും. പക്ഷേ KSFയിൽ ഒരു ഡോക്യുമെൻ്റ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് തുടർന്ന് നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നോ പിന്നെയും നമ്മളൊരു 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപയുടെ ചിട്ടി നമ്മൾ ചേരുകയാണെങ്കിൽ നമുക്ക് അടയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പിന്നെ നമുക്ക് ഒരു ഡോക്യുമെൻറ്റും കൊടുക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മളുടെ ചെറിയ ബാധ്യതകളൊക്കെ നമുക്ക് തീർക്കാൻ ആ ചിട്ടി തന്നെ ആ KSF തന്നെ നമുക്ക് ഭയങ്കര ഉപകാരമാകും. ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർ വെറുതെ ഒരു ചിട്ടി നമ്മൾ ചേരുകയാണെങ്കിൽ KSFയിൽ പ്രൂഫ് കൊടുക്കണം, അത് ഫസ്റ്റ് കാശ് തരുമ്പോൾ എന്ത് കൊടുക്കണം. ഇപ്പോൾ ബാങ്കിലത്തെ കാര്യം തന്നെ ആലോചിച്ച് നോക്കുക, നമ്മൾ എത്ര വർഷം അടച്ചാലും നമുക്ക് എന്തെങ്കിലും ഒരു മുതലിന് നമുക്ക് ആ പൈസ പോകുമല്ലോ. KSFയിലാണെങ്കിലോ 30 ചിട്ടി 40 ചിട്ടി പറഞ്ഞാൽ ആ മാസം അത് കഴിഞ്ഞത് നമുക്ക് ആ ഡോക്യുമെൻ്റ് നമുക്ക് തിരികെ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ചിട്ടികൾ വെച്ചിട്ട് നമുക്ക് തുടർന്ന് അത് കൊണ്ടുപോവാം. ഒരു പ്രാവശ്യം ഒരു ലോണ് കിട്ടിയിട്ട് നമ്മൾ ഒരു 5 വർഷം 6 വർഷം അടയ്ക്കുന്നത് തുടർന്ന് നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ചെറിയ ചിട്ടികൾ ചേർന്നിട്ട് അതിൽ തന്നെ ആഡ് ചെയ്യുന്നത് രണ്ട് നല്ല വ്യത്യാസമില്ലേ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വീട് കെട്ടുകയാണെങ്കിലും വീട് പുതുക്കി പണിയാണെങ്കിലും എന്താവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്യുമെൻ്റ് KSFയിൽ